ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹ്യുണ്ടായി ആക്സെന്റ് ആണ്. ദേ ആക്സെന്റിന്റെ കണ്ടീഷൻ നിങ്ങൾ കണ്ടല്ലോ. ഇതൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് ബഫ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഹെഡ്ലൈറ്റ് യൂസ് ചെയ്യാന്നാണ് കേട്ടോ. പിന്നെ ഫ്രണ്ട് ബമ്പർ, ബോണറ്റ്, ഗ്രില്ല്, പിന്നെ അതുപോലെ തന്നെ മിറർ, സൈഡിലത്തെ 2 മിറർ, ഫ്രണ്ട് ഗ്ലാസ്, പിന്നെ അതുപോലെ തന്നെ ഉള്ളിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡോർ അവൈലബിൾ ആണ്, ഡോർ പാഡ് അവൈലബിൾ ആണ്, സ്റ്റിയറിംഗ്, സ്പീഡോമീറ്റർ ഒക്കെ നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ. പിന്നെ ബാക്കിലേക്ക് വരുമ്പോഴത്തേക്കും അതെ ടെയിൽ ലൈറ്റ് അവൈലബിൾ ആണ്. ടെയിൽ ലൈറ്റ് നമുക്ക് അവൈലബിൾ ആണ്. ടെയിൽ ലൈറ്റ് 2 നല്ലതാണ് കേട്ടോ. അത് നിങ്ങൾ വാങ്ങിച്ചോ. വരാൻ പറ്റാത്തവർക്ക് ടെയിൽ ലൈറ്റ് ഒക്കെ നമുക്ക് കൊറിയർ ചെയ്ത് തരാവുന്ന കാര്യമുള്ളൂ. അതൊക്കെ നിങ്ങൾക്ക് വിഷയമില്ല, നമുക്കത് ചെയ്തു തരാം. പിന്നെ അടുത്ത വണ്ടി ഏതാണതേ വിസ്ത. ഇത് കുറേ ആൾക്കാർ നമ്മളെ വിളിച്ച് ചോദിക്കുന്നതാണ് ഈ വണ്ടിയുടെ പാർട്സ് അവൈലബിൾ ആണെന്നുള്ളത്. വണ്ടി ഇവിടെ ഉണ്ട്. നിങ്ങൾക്ക് ഈ വണ്ടിയുടെ എന്തെങ്കിലും പാർട്സ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വിളിച്ചാൽ മതി. വണ്ടി കാണിച്ചു തരാം, വണ്ടിയുടെ ഇൻറ്റീരിയർ കാണിച്ചു തരാം. ഇതേനാ സീറ്റ് അവൈലബിൾ ആണ്. സീറ്റ് ഒന്ന് നിങ്ങൾ അപ്പോൾസ്റ്ററി ചെയ്തെടുക്കേണ്ടി വരും. പിന്നെ സ്പീഡോമീറ്റർ ഇതേലിരിക്കണം, കണ്ടില്ലേ സ്പീഡോമീറ്റർ, അതൊക്കെ അവൈലബിൾ ആണ്. സ്റ്റിയറിങ്, പിന്നെ ഡോർ പാഡൊക്കെ ഓൾമോസ്റ്റ് ഇല്ലല്ലോ, ഡോർ പാഡ് നമ്മുടെ അഴിച്ചു വെച്ചിട്ടുണ്ട്. ഹെഡ്ലൈറ്റ് ബഫ് ചെയ്തെടുക്കേണ്ടി വരും, ചെറുതായിട്ടൊന്ന് യെല്ലോ കയറിയിട്ടുണ്ട് കേട്ടോ. ആൻഡ് ലാസ്റ്റ് വന്നിട്ടത് ഈ കാണുന്ന വാഗനറാണ്. അമ്പട കുട്ട, നീ ചോറ് കഴിക്കണാണാ? കറി എന്താ? അല്ലു ഉരുളക്കിഴങ്ങ് കറിയാണോ? പൊട്ടേറ്റോ. പൊട്ടേറ്റോ. അല്ലു അല്ലല്ലോ, ആലു അല്ലേ ഇത്? ആലു പറാട്ട. കുച്ച് നെഹി തോ. അതെ. അപ്പോ പിന്നെന്തായിരുന്നു? അതെ ഈ മിറർ, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മീറ്റർ അതെ. ചന്തൻ ബായിക്ക് കൊറേ ഫാൻസ് വന്നിട്ടുണ്ട് കേട്ടാ. മറ്റേ ഇത് കളിക്കണം, പബ്ജി കളിക്കാനായിട്ട്, ഫ്രീ ഫയർ. അപ്പോ ഇത്രയൊക്കെ ഉള്ളൂ. ഇനിയിപ്പോ അടുത്ത വീഡിയോയിൽ നമ്മൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം ബാക്കി വണ്ടികൾ. ഓക്കെ.